ഇത് കേരളത്തിൽ നമ്മൾ മാത്രം ചെയ്യുന്ന ബക്കറ്റാ. ഇതിന്റെ പ്രത്യേകത എന്താ വരുന്നത്? ഇത് എത്ര ഹൈറ്റിൽ വീണാലും പൊട്ടൂല. അത് ഏത് ബക്കറ്റ് ആണെങ്കിലും ഇത് പൊട്ടു ഇങ്ങനെ ഇട്ടാല്. എന്നാ ഞാൻ വേറെ കാണിച്ചു തരാം. ഇത് 21 കിലോ ജെല്ലി നിറച്ച ബക്കറ്റാണ്. അത് ഇടാൻ പോവാണ്. നിങ്ങളൊന്നും പറയൂലല്ലോ. ഇതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. കാണിച്ച സൈഡൊക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതാണ് സാംബ്രോയുടെ പവർ അല്ലേ. കടയിൽ നിന്ന് വാങ്ങിച്ച മറ്റൊരു ബക്കറ്റ് അതേ ജെല്ലി നിറച്ചു. ഓ ഇതാ തകർന്നു. ഇതേ കമ്പനിയിലെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങള് സ്റ്റൂള്. 100 കിലോന്റെ മുകളിലാണ് ഇവിടെ നിങ്ങൾ ഈ കാണുന്നത്. ഒരു ചെടിച്ചട്ടീന്റെ രൂപത്തിലാണ് ഇത് ഉണ്ടാവുക. സ്റ്റൂള് നമ്മൾ രണ്ടും കൂടി എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്? ജസ്റ്റ് ലോക്ക് ചെയ്താൽ മതിയോ? ഒട്ടുമിക്ക ആൾക്കാരും എന്നോട് ചോദിക്കുന്നു, ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ, ഇത് ചൈനയിൽ നിന്ന് വരുന്നതല്ലേ? F-Zero വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിലാണ്. ഒരുമ പ്ലാസ്റ്റിക്സിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഹൗസ് ഹോൾഡ് പ്ലാസ്റ്റിക് ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഒരുമ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള രതീഷേട്ടനാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. രതീഷേട്ടാ, ഞാനിവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ ഈ പ്ലാസ്റ്റിക് ബക്കറ്റുകളോ ഈ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന കമ്പനി ഇതുവരെ പോയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അതൊന്ന് കാണുന്നുള്ള രീതിയിലാണ് നമ്മൾ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ട്? നമ്മൾ 2017 സ്റ്റാർട്ട് ചെയ്തതാണ്. 2017 നമ്മൾ 4 പേര് കൂടി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ ചെയ്തു വരുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഹൗസ് ഹോൾഡ് മാനുഫാക്ചറിംഗ് ആണ്. എന്തൊക്കെ ഐറ്റംസ്? ഹൗസ് ഹോൾഡ് മാനുഫാക്ചറിംഗ് ചെറിയ 1/2 ലിറ്റർ മഗ് മുതൽ 25 ലിറ്റർ ബക്കറ്റ് വരെയുള്ള ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ബക്കറ്റ് ഐറ്റംസ് തന്നെ നമ്മൾ 5, 7, 9, 13, 15, 18, 20, 25 ഇത്രയും ഐറ്റംസ് ബക്കറ്റ് ഉണ്ട്. പിന്നെ മഗ് 500, 1000, 1500 കണ്ടെയ്നേഴ്സ്, ഫുഡ് കണ്ടെയ്നേഴ്സ്, പിന്നെ ഇരിക്കുന്ന സ്റ്റൂള്, ഇരിക്കുന്ന കിച്ചൺ ബട്ടിൽ, അങ്ങനെ 45 ഐറ്റംസോളം നമ്മൾ ചെയ്യുന്നു. ഈ ഒരു കമ്പനിയിൽ മാനുഫാക്ചറിംഗ് ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പൊട്ടാത്ത. ഇപ്പൊ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനമാണ് അൺബ്രേക്കബിൾ പ്രോഡക്ട്സ് ആണ്. സ്റ്റൂള്, അൺബ്രേക്കബിൾ സ്റ്റൂള്, അൺബ്രേക്കബിൾ ബക്കറ്റ്സ്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇറക്കിയ സാധനം. നമുക്ക് അതിലേക്കൊക്കെ കടക്കാം. ഇനി എനിക്ക് കാണേണ്ടതും അറിയേണ്ടത് എങ്ങനെയാണ് ഒരു ബക്കറ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു, പറ്റുന്ന പ്രോഡക്റ്റ് എനിക്കൊന്ന് കാണുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ. ഇത് പ്യുവർ വെർജിൻ ആണ്. ഈ വെർജിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അൺബ്രേക്കബിൾ ഹൗസ് ഹോൾഡ് ഐറ്റംസ് നിർമ്മിക്കുന്നത്. ഇതൊരു ഗ്രാനുവൽസ് ആയിട്ടാണ് വരുന്നത്. അതെ, ഗ്രാനുവൽസ്. ഇത് വൈറ്റ് മാത്രമാണോ അല്ലെ കളേഴ്സ് നമ്മൾ എക്സ്ട്രാ കളർ ചേർക്കാണോ ചെയ്യുന്നത്? വെർജിൻ മെറ്റീരിയൽ വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. പക്ഷെ ഇതിൽ ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ കളർ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് മിക്സ്. ആ ഒരു മിക്സിംഗ് മെഷീനാണ് നമ്മൾ ഈ കാണുന്നത്. ഈ മിക്സിംഗ് മെഷീനിലേക്ക് നമ്മൾ ഒരു ബാഗ് നമ്മൾ ഇടുന്നു. അതിന്റെ കൂടെ ഏത് കളറാണോ വേണ്ടത് ആ കളർ കൂടി ഇടുന്നു. ഇതിപ്പോ നമ്മൾ ഇട്ടിരിക്കുന്നത് ബ്ലൂ ആണ്. ആ ബ്ലൂ കളർ ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഓണാക്കി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചാക്കിലേക്ക് കളക്ട് ചെയ്ത് മെഷീനിലേക്ക് കൊടുക്കും. മെഷീനിൽ വെച്ച ഈ ഡ്രമ്മിലേക്കാണ് നമ്മൾ ആ മെറ്റീരിയൽ ഇടുന്നത്. മെറ്റീരിയൽ ഇട്ടതിന് ശേഷം ഇതിന് ലോഡർ എന്ന് പറഞ്ഞ ഒരു മെഷീൻ ഉണ്ട്. ഈ ലോഡർ മെഷീൻ ഈ മെറ്റീരിയലിനെ നമ്മളെ മെഷീന്റെ ഫണലിലേക്ക് ലോഡ് ചെയ്യും. ഇതെന്താണ് ഈ മെഷീൻ എന്താ പേര് പറയുന്നത്? ഈ മെഷീൻ പ്ലാസ്റ്റിക് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ ആണ്. ഇതിന്റെ അകത്ത് നമുക്ക് 50 ലിറ്റർ വലിപ്പമുള്ള ഡ്രം വരെ ചെയ്യാം. 50 ലിറ്റർ ഡ്രം വരെയുള്ള വലിയ മെഷീനാണ്. ഈ ഡ്രമ്മിൽ നിന്നും ഓട്ടോമാറ്റിക് മെഷീൻ മെറ്റീരിയലിനെ ഫണലിലേക്ക് എത്തിക്കും. അതായത് നമ്മൾ ജസ്റ്റ് ഡ്രമ്മിലേക്ക് ഈ മിക്സി കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക മാത്രമേ ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയ പ്രോസസ് ആണ്. പിന്നെ അവിടെ നമ്മളെ സ്റ്റാഫ് അവിടെ ബക്കറ്റ് എടുക്കുന്നു. ബക്കറ്റ് എടുത്തതിന് ശേഷം ബക്കറ്റിന് അതിന് ഫ്ലാഷ് ഉള്ളതൊന്ന് ഫിനിഷ് ചെയ്യുന്നു. ശേഷം അതിന് ഹോൾ അടിക്കുന്നു. ഹോൾ എന്തിനാന്ന് വെച്ചാൽ അതെ, ഇതിൽ ഹോൾ അടിച്ചതിന് ശേഷം ഈ ഹാൻഡിൽ അതിന് ഫിക്സ് ചെയ്യുന്നു. ഇതോടെ ഒരു ബക്കറ്റായി. അടിപൊളി ബക്കറ്റ് റെഡിയായി. അങ്ങനെ 3 കളർ ബക്കറ്റുകൾ നമ്മൾ ചെയ്യും. ഇത് ഏതൊക്കെ കളേഴ്സ് ആണ് ഇതിൽ? ഓറഞ്ച്, ബ്ലൂ, റെഡ് 3 കളേഴ്സ്. അപ്പൊ ഇതിന്റെ തന്നെ പല സൈസും വരുന്നുണ്ട്. പല സൈസ് വരുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് ഈ മെഷീനിൽ വരുന്നത് 13 മുതൽ 25 വരെയാണ്. 13, 15, 18, 20, 25 എല്ലാം ഈ ഒരു മെഷീനിൽ ചെയ്യാം. പിന്നെ ബക്കറ്റ് കൂടാതെ നമ്മൾ ചെയ്യുന്നത് അൺബ്രേക്കബിൾ ആയിട്ടുള്ളത് സ്റ്റൂളാണ്. ഇരിക്കുന്ന സ്റ്റൂളാണ്. ഇരിക്കുന്ന സ്റ്റൂൾ ഈ മെഷീനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് തൊട്ടടുത്ത് മറ്റൊരു മെഷീൻ. അതെ, ഇതിന്റെ അകത്തും അതേ പ്രോസസ് തന്നെയാണ്. നമ്മൾ ഡ്രമ്മിൽ മെറ്റീരിയൽ ഇടുന്നു. ബാക്കി ഓട്ടോമാറ്റിക് സ്റ്റൂൾ ആയിട്ട് ഇവിടെ. ഇത് ഫുൾ സ്റ്റൂൾ അല്ല, ഇത് നമുക്ക് എന്താ വെച്ചാൽ പോർട്ടബിൾ ആണ്. പോർട്ടബിൾ നമ്മളിപ്പോ യാത്രയിൽ ഇത് അഴിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അർത്ഥത്തിൽ ഇതൊരു ചട്ടി കാണുമ്പോൾ ഒരു ചെടിച്ചട്ടീന്റെ രൂപത്തിലാണ് ഇത് ഉണ്ടാവുക. പക്ഷേ അത് ആക്ച്വലി പണ്ടത്തെ ഒരളി എന്ന് പറഞ്ഞ സംഭവത്തിന് അതിനെ ഇൻസ്പയർ ആയിട്ട് നമ്മൾ അത് മോഡൽ ഒന്നും ഉണ്ടാക്കിയത്. പുതിയ കുട്ടികൾക്കൊന്നും ഉരളൊന്നും അറിയില്ല. ഒരളിന്റെ ഒരു മോഡലാണ് ഇത് വരുന്നത്. ഇതിന്റെ നമ്മൾ ഈ ടോപ്പിലേക്ക് വരുന്ന ഈ പാർട്ട് നമുക്ക് വേണ്ടേ? അത് വേറൊരു മെഷീനിലാണ്. ആ ടോപ്പ് സെപ്പറേറ്റ് ചെയ്ത്
ഈ ഇതിൽ നമ്മൾ സ്റ്റൂൾ ഫിക്സ് ചെയ്തതിന് ശേഷം അതിന്റെ ടോപ്പിലിട്ട സ്റ്റൂൾ റെഡി. സ്റ്റൂള് നമ്മൾ രണ്ടും കൂടി എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്? ജസ്റ്റ് ലോക്ക് ചെയ്താൽ മതിയോ? ലോക്ക് ചെയ്ത് അതിനോടൊരു നെറ്റ് ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ സെറ്റ് ആയി. അപ്പൊ ഈ നെറ്റ് ബോൾട്ടും എല്ലാം നിങ്ങൾ ഇതിന്റെ കൂടെ കൊടുക്കും? നെറ്റ് ബോൾട്ട് എല്ലാം കൊടുക്കും. അതായത് ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് കൊടുത്താലും വലിയൊരു ഇഷ്യൂ വരുന്നില്ല അല്ലേ? ഇല്ല, ഒരു 100-110 കിലോ വരെ ഇതിന്റെ അകത്ത് നമുക്ക് വെയിറ്റ് വെക്കാം. നമ്മൾ സാധാരണ ഒരു സ്റ്റൂൾ എടുക്കുന്ന സമയത്ത് 4 കാലുള്ള സ്റ്റൂളിന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കാലൊന്ന് തള്ളിപ്പോയാൽ അത് പൊട്ടിപ്പോകും. ഇതിനതില്ല, ഇതിന് തുല്യ അളവിൽ തന്നെ നമുക്ക് റൗണ്ടിൽ സീറ്റിംഗ് കിട്ടും. ഇതേപോലെയുള്ള മറ്റൊരു പ്രോഡക്റ്റ് ആണ് വാഷിംഗ് ബ്രഷ്. നമ്മൾ അലക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാഷിംഗ് ബ്രഷ്. ഇത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ടോ? നമ്മളെ കേരളത്തിൽ ഇവിടെ ഒരുമ പ്ലാസ്റ്റിക്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും എന്നോട് ചോദിക്കുന്നു, ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ, ഇത് ചൈനയിൽ നിന്ന് വരുന്നതല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇതൊരു മാനുഫാക്ചറിംഗ് ഉണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഈ ബ്രസിൽസ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊരു മെഷീനിൽ ചെയ്തെടുക്കല് ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ബ്രസിൽസും അതിന്റെ ഹാൻഡിലും ഇവിടെ ചെയ്തെടുക്കുന്നതാണ്. സെയിം. ഒരു ഭാഗത്ത് ഗ്രാനുകൾ കൊടുക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് പീസായിട്ട് വരികയാണ്. ഇവിടെയും ഇത് ഫുൾ ആയിട്ടല്ല വരുന്നത്, ഇതിനും ടോപ്പ് വരുന്നുണ്ട്. ഇതിനൊരു ടോപ്പ്. ഇതിപ്പോ നമ്മൾ ബ്രസിൽസ് മാത്രമാണ്, ഇതിന് ഇടാൻ വേണ്ടി വേറൊരു ടോപ്പും കൂടി വരും. അത് വേറെ അച്ചാണ്. അങ്ങനെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം, ഏതൊക്കെയാണുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ 1/2 ലിറ്റർ മഗ്. 1/2 ലിറ്റർ മഗ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ കൈ കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന മഗ്ഗാണ് 1/2 ലിറ്റർ മഗ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ 1.5 ലിറ്റർ മഗ്. 1.5 ലിറ്റർ മഗ് എന്ന് പറയുന്നത് നമുക്ക് ബാത്റൂമിൽ ഇടാൻ വേണ്ടിയിട്ട്, ബാത്റൂമിൽ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. പിന്നെ വരുന്നത് ഡസ്റ്റ് പാൻ, കാട്ടൻ കോരി എന്ന് നമ്മൾ കണ്ണൂർ ഇതും ഇവിടെ ചെയ്യുന്നുണ്ടല്ലേ? ഇത് നമ്മൾ ചെയ്യുന്നതാണ് കാട്ടൻ കോരി. ഇതെല്ലാം കളർ പാറ്റേൺ പല കളറിലുണ്ടാകും. ഏത് കളർ വേണമെങ്കിൽ കളർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. 2-3 കളർ ഇപ്പൊ കാണുന്നുണ്ട്. അതെ, ഇത് സോപ്പ് ബോക്സ് ആണ്. ബാത്റൂമിലേക്ക് സോപ്പ് ബോക്സ്. ഇത് രണ്ടും നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ടോപ്പും? അതെ, ടോപ്പും ബോട്ടും രണ്ടും ചെയ്യുന്ന. ഇത് ട്രാൻസ്പെറന്റിലും കിട്ടും, പിന്നെ കളറിലും കിട്ടും. ഓക്കെ, അത്. പിന്നെ വരുന്നത് 3 ടൈപ്പ് ഹാങ്ങർ ആണ്. ഹാങ്ങർ, ഷർട്ട് ഹാങ്ങർ. ഞാൻ ചോദിക്കുന്നില്ല ഇത് നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടോ. ഇത് രണ്ട് നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ ഇവിടെ വെക്കുള്ളൂ. ഇത് 2 മോഡല്. പിന്നെ ഇതിൽ വെറൈറ്റി വേറൊരു മോഡൽ ഉണ്ട്. വെറൈറ്റി മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അടിപൊളി. എക്സ്ട്രാ എക്സ്ട്രാ ആണ്. അതായത് ഇത് രണ്ട് മോൾഡിംഗ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമുക്ക് പല കളർ പാറ്റേണുകളിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് കിച്ചൺ പട്ല എന്ന് പറയും. നമ്മൾ പണ്ട് മീൻ മുറിക്കാനും അടുക്കളയിൽ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരത്തിന്റെ പലകൾക്ക് പകരം ഇപ്പൊ വന്നിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഐറ്റാണ് കിച്ചൺ പട്ല. ഇത് കൂടാതെ നമ്മുടെ മറ്റ് ഐറ്റംസ് ആണ് ഫുഡ് കണ്ടെയ്നേഴ്സ്. 100% ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഫുഡ് കണ്ടെയ്നേഴ്സ് ആണ്. അതായത് അടുക്കളയിൽ നമ്മൾ പഞ്ചസാര, മറ്റേ തേയില അങ്ങനെയുള്ള സാധനങ്ങൾ, ഫുഡ് പ്രോഡക്ട്സ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നേഴ്സ്. എത്ര kg വരുന്നത്? ഇത് 500 മുതൽ വരും. 500 ml മുതൽ 3000 വരെയുള്ളതാണ് അതിന്റെ ഇത് വരുന്നത്. ഇതിന്റെ കൂടെ തന്നെ സ്പൂൺ ഉണ്ടാവും. പിന്നെ ഇത് പ്ലെയിൻ ആണ്. ഇതിന്റെ പ്രിന്റിംഗും ഉണ്ടാവും. ഇതിന്റെ പ്ലെയിനും ഉണ്ട്, പ്രിന്റിംഗും ഉണ്ട്. രണ്ടും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും നേരം ബക്കറ്റ്, അൺബ്രേക്കബിൾ ബക്കറ്റിൽ നമ്മൾ പറഞ്ഞു വെച്ചു. എന്നാൽ 5, 7, 9 ഈ 3 വാല്യൂ ഉള്ള ബക്കറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറിയ ബക്കറ്റുകൾ, 5 ലിറ്റർ, 7 ലിറ്റർ, 9 ലിറ്റർ. അത് പിന്നെ അത് കൂടാതെ ഈ 5 മുതൽ 25 ലിറ്റർ വരെയുള്ള എല്ലാ ബക്കറ്റുകൾക്കും മൂടിയും അവൈലബിൾ ആണ്. മൂടിയും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ടോപ്പ് ഉണ്ടാവും. ടോപ്പ് ഉണ്ട്. അത് കൂടാതെ ട്രാൻസ്പെറന്റ് ബക്കറ്റ് വേണമെങ്കിൽ ട്രാൻസ്പെറന്റ് ബക്കറ്റ് ഉണ്ട്. ഈ ഒരു ടൈപ്പ്. ട്രാൻസ്പെറന്റ് ബക്കറ്റ് വേണമെങ്കിൽ ട്രാൻസ്പെറന്റ്. ഇവിടെ കണ്ടിരിക്കുന്ന ബക്കറ്റുകളൊക്കെ മാനുഫാക്ചർ ചെയ്തൊക്കെ കണ്ടിരിക്കുന്നത് ഇത് അൺബ്രേക്കബിൾ ആയിട്ടുള്ള, അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പറയുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള ബക്കറ്റ് എന്നുള്ളത്. ഇതെല്ലാം നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ടൈപ്പ് ബക്കറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ആ ടൈപ്പ് ഉണ്ട്. നമ്മൾ സാധാരണ കടകളിൽ കാണുന്ന പൊട്ടുന്ന ബക്കറ്റും നമ്മളെ കയ്യിലുണ്ട്. കുറച്ചുകൂടി സ്ട്രോങ് കുറഞ്ഞ ടൈപ്പ്, എല്ലാവരും ഉപയോഗിക്കുന്ന. പിന്നെ നമ്മൾക്ക് മാർക്കറ്റിൽ ഒരു വെറൈറ്റി വേണം, നല്ല പൊട്ടാത്ത ഒരു ബക്കറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മളൊരു അൺബ്രേക്കബിൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാം. എന്താ പറയുക, കേരളത്തില് അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് പറയുന്നത് ആരും ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് കൂടാതെ നമ്മൾ മറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് വേസ്റ്റ് ട്രേ. നമ്മൾ ഡൈനിങ് ടേബിളിൽ അപ്ലൈ ചെയ്യുന്ന വേസ്റ്റ് ട്രേ ആണിത്. 2 മോഡലാണ് ഉള്ളത്. പിന്നെ അത് കൂടാതെ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ബേസിൻ. ഈ ബേസിന് ഒരു ഐറ്റം ഉണ്ട്. എനിക്കറിയേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിലവിൽ നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും ഇത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ കണ്ടിട്ട് മറ്റുള്ള ജില്ലയിലൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ വിളിക്കുക, ഡീലേഴ്സ് ഒക്കെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ നിങ്ങൾ റെഡിയാണോ? അത് നമ്മൾ ഏതെല്ലാം സ്ഥലത്താണോ വേക്കൻസി ഉള്ളത് ആ വേക്കൻസി നോക്കി നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്, എത്തിച്ചു കൊടുക്കാൻ റെഡിയാണ്. അതെ, അത് കേരളം മാത്രമാണോ നിങ്ങൾ മാർക്കറ്റിംഗ്? അല്ല, കേരളത്തിൽ മാത്രമല്ല, നമ്മൾ കേരളത്തിന് പുറത്തായാലും കൊടുക്കാൻ വില്ലിംഗ് ആണ്. അത് കൂടാതെ നമ്മൾ നിലവിൽ മുമ്പ് എക്സ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്.
എക്സ്പോർട്ടേക്കൊക്കെ അയച്ചിട്ടുണ്ടോ? അതെ, മറ്റുള്ള രാജ്യത്തൊക്കെ പോയിട്ടുണ്ട്. അതെ, ദുബായിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഒരുമ പ്ലാസ്റ്റിക്സിന്റെ വിശേഷങ്ങൾ. അടിപൊളി കാഴ്ചകൾ നമ്മളിപ്പോ കണ്ടല്ലേ. സാധാരണ നമ്മൾ കാണുന്ന ബക്കറ്റിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബക്കറ്റ്, ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബക്കറ്റ്, അതിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് അത് നമുക്കൊരു വെള്ളം കൊണ്ടുവന്ന സമയത്ത് പെട്ടെന്ന് കൈമെന്ന് ഇളകിപ്പോയാൽ പോലും പൊട്ടിപ്പോവില്ല. അത് നമ്മൾ ജെല്ലി ഇട്ടിട്ട് വരെ കാണിച്ചു അല്ലേ. ഇത് മാത്രമല്ല, സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റൂളിന്റെ വിശേഷങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു വീട്ടിൽ എന്തൊക്കെ പ്രോഡക്റ്റുകൾ നമ്മൾ പ്ലാസ്റ്റിക് ആയിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നുണ്ടോ അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഒരുമ പ്ലാസ്റ്റിക്സ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ തീർച്ചയായിട്ടും വിളിക്കാട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.